1.25 ലക്ഷം രൂപയ്ക്ക് അടിപൊളി ഇന്നോവ സൈഡിൽ സ്റ്റിക്കറൊക്കെ വരുന്ന ഇവിടെ കൊടുക്കാല്ലേ. 4 കരിമ്പുത്തൻ ടയറ്, ആൻഡ്രോയിഡ് സ്റ്റീരിയോ കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ടയറ് കാര്യങ്ങളൊക്കെ 1.5 ലക്ഷം രൂപ കൊടുക്കാം. 1 ലക്ഷം രൂപയ്ക്ക് 10 മോളിൽ എല്ലാം കേരള വണ്ടി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി നമുക്ക് കൊടുക്കാല്ലേ. ഇപ്പൊ ലോൺ കയറുന്നാല് 1,65,000 രൂപയാണ്. 1,60,000 രൂപയ്ക്ക് നമുക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കാം. 5,000 കുറച്ചിട്ട് 1,65,000 ചോദിച്ചാൽ 60,000 രൂപയ്ക്ക് പെട്രോൾ വണ്ടി 5 സീറ്റ് വണ്ടി 1,50,000 രൂപയ്ക്ക് കൊടുക്കാം. ലോണ് കയറി വണ്ടി ലോണ് 1 ലക്ഷം രൂപ അടുത്തൊക്കെ നമുക്ക് നോക്കിയാൽ 60 രൂപയ്ക്ക് കൊടുക്കാം. രണ്ടും കൊടുക്കാം. 1,60,000 രൂപയ്ക്ക് 2 കാർ, ഒരു ഇയോണും കിട്ടും, അതേമാതിരി ഒരു ജെന്നസിലും കിട്ടും. 3,60,000 ചോദ്യം. മാറ്റങ്ങൾ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. 13 മോളില് 3 ലക്ഷത്തി 12 മോളില് 3,60,000 ചോദിക്കുന്നുണ്ട്. കുറച്ച് കൊടുക്കും. അപ്പോ നമ്മളങ്ങനെ വീണ്ടും 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 മലപ്പുറം മച്ചിങ്ങളെ MK മോട്ടോഴ്സിലാണ് വീണ്ടും എത്തിക്കേണ്ടത്. ബാബാക്കാരെ നമ്മളെ കറുത്ത ടീഷർട്ട് ഇട്ടാണ്ട് ബാബാക്ക നിൽക്കുന്ന വീട്ടിലേക്ക് സ്വാഗതം. സുഖല്ലേ? കറുത്ത വാഗണറുണ്ട്, ചെറിയ കാര്യം സൈഡിലൊക്കെ ലൈറ്റ് ഇങ്ങനെ കത്താൻ വേണ്ടി കൊടുക്കും. നമുക്ക് ലൊക്കേഷൻ വേണ്ടേ? മലപ്പുറത്ത് ടൗണിലെ മച്ചിങ്ങല്. മലപ്പുറം മച്ചിങ്ങലാണ്. കോഴിക്കോട് മലപ്പുറം കോഴിക്കോട് ഹൈവേയിലെ മച്ചിങ്ങല് ബൈപ്പാസിനോട് ചാരിയിട്ട് ക്ലാസിക് ഉണ്ടായ നേരെ മുന്നിൽ ഓപ്പോസിറ്റ് ആണ് MK യൂസ്ഡ് കാർ. ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും, വിളിച്ചാൽ കിട്ടും. എങ്ങനെ കിട്ടുമല്ലേ? എങ്ങനെ വിളിച്ചാലും കിട്ടും. മാക്സിമം 10-100ന്റെ അടുത്ത് വണ്ടി ഉണ്ട്, 50-ഓളം വണ്ടികളുണ്ട്. ഒക്കെ ഫുൾ ഓൺ നിങ്ങൾക്ക് അടുത്ത് തരും. നിങ്ങൾ പ്രൊഫൈൽ ശരി മാക്സിമം ഫുൾ ഓൺ ആണ്. 7 സീറ്റ് വണ്ടികളൊക്കെ ഫുൾ ആണ്. ഫസ്റ്റ് പാർട്ടിലും സെക്കൻഡ് പാർട്ടിലൊക്കെ പറഞ്ഞോളൂ. അതേമാതിരി 3ാമത്തെ എപ്പിസോഡിൽ അങ്ങനെ തന്നെയാണ് അല്ലേ? ഫുൾ ഓൺ വണ്ടികൾ കുറെ ഉണ്ട്. പിന്നെ ഒരു 10-60,000 നമുക്ക് ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാല്ലേ? കസ്റ്റമറെ പ്രൊഫൈലിനനുസരിച്ച് മെയിനായിട്ട് നമ്മൾ പറയുന്നുണ്ട്. എത്ര മുതൽ വണ്ടികൾ സ്റ്റാർട്ടിംഗ്? 10-65 രൂപ മുതലാണ് സ്റ്റാർട്ടിംഗ് വണ്ടികൾ സ്റ്റാർട്ടിംഗ്. ഇന്നോവ 7 സീറ്റ് വണ്ടികളൊക്കെ ഫുൾ ഓൺ കൊടുക്കാം. ഓക്കെ. അതേമാതിരി ഓട്ടോമാറ്റിക് ഫുൾ ഓൺ കൊടുക്കാം. ഓട്ടോമാറ്റിക് ഫുൾ ഓൺ പറഞ്ഞാല് കസ്റ്റമർ എങ്ങനെ ഇരിക്കണോ അതിനനുസരിച്ച് നമുക്ക് നിക്കാൻ കഴിയുള്ളൂ. ഫുൾ ഓൺ കിട്ടുവെച്ചാൽ നമുക്ക് വിളിച്ചിട്ട് ഒരു രക്ഷയില്ല. പോലെ വന്നാണ് വണ്ടി സെലക്ഷൻ ചെയ്തിട്ട് ആധാർ കാർഡും പാൻ കാർഡും വന്നാണ് നമ്മൾ നോക്കിയാല് ബാക്കിയുള്ള പ്രൊഫൈല് നമുക്ക് നോക്കിയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഫുൾ ഓൺ കൊടുക്കാം. ചില വണ്ടിനെക്കാട്ടും ലോൺ കൊടുക്കാം. ചിലത് മാക്സിമം എത്ര കിട്ടണ വെച്ചെങ്കിൽ അത് ചെയ്തു മാക്സിമം നമുക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം. എങ്ങനെയൊക്കെ ഫുൾ ഓൺ ഉണ്ട്. അതിന്റെ മാപ്പും ക്യാഷ് ബാക്ക് ആയിട്ട് അങ്ങനെ കുറെ വണ്ടികൾ കിട്ടുന്നുണ്ട്. അപ്പൊ ഒക്കെ വീഡിയോയിൽ കാണാം. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനെ കാണാൻ ശ്രമിക്കാം. നമ്മളെ ചാനലിലേക്ക് അറിഞ്ഞ് മറക്കാം, സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം. ഫേസ്ബുക്കിൽ ആ പേജ് പോലെ വരുന്നുണ്ട്. വീഡിയോയിലേക്ക് പോകാം. മൂന്നാമത്തെ എപ്പിസോഡിലെ നല്ല അടിപൊളി ചെറിയ കായിന്റെ സെന്നസിലാണ്. അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കി നിൽക്കണം. ഇങ്ങോട്ട് പോകുന്നത് ബാബാക്കാരെ അടിക്കുന്നത് സ്കൂളിലെ ബാബാക്കൾ. ബാബാക്ക നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം. സുഖല്ലേ? കറുപ്പിട്ടാണ് സുന്ദരനായി ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ എങ്ങനെ കിട്ടിയില്ലായിരുന്നു? 2010 വണ്ടി. നല്ല ക്വാളിറ്റി ആണ്. ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ഹൈ ക്വാളിറ്റി ഫുൾ ക്വാളിറ്റി വണ്ടി. നല്ല വൃത്തിയുള്ള വണ്ടി. ചെറിയ കായിന്റെ വണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടി നല്ല വൃത്തികാരം വണ്ടി. ഇത് ഓപ്ഷൻ ഏതുണ്ട്? ഇത് LX AC ഫാസ്റ്റ് ചാർജിംഗ് 2 ഡോർ പവർ കിലോമീറ്റർ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് 80,000 ഓടിയില്ലേ? 4/4/25 ഇൻഷുറൻസ് ഉണ്ട്. ഫുൾ ക്വാളിറ്റിയില് വണ്ടി. എടുക്കുന്നവർക്ക് ഒരു പണി എടുക്കണ്ട, മാത്രം മതി. ഷോറൂം കണ്ടീഷൻ ആണ്. അതേമാതിരി സീറ്റുകാർ കാര്യങ്ങളൊക്കെ കമ്പനി കാരൊക്കെ എല്ലാം വർക്കിംഗ് ആണ്. 4 ടയറും ഏകദേശം ഫുൾ കട്ട ടയർ ഉണ്ട്. അതുണ്ട്. എത്ര ഈ വണ്ടി നമ്മൾ ചോദിക്കുന്നത്? 1,65,000 രൂപയാണ്. 1,60,000 രൂപയ്ക്ക് നമുക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കാം. 5,000 കുറച്ചിട്ട് 1,60,000 ചോദിച്ചാൽ 60,000 രൂപയ്ക്ക് ലോൺ കയറും. ലോൺ ഒരു 1 lakh ഇട്ട് കൊടുക്കാം. കയറും. 60,000 മുടക്കില് നല്ല ഐറ്റിൽ നിന്ന് ഓടിക്കാൻ പറ്റിയ സെന്നസുകൾ കൊടുക്കാം. പെട്രോൾ എത്ര മൈലേജ് കിട്ടും? പെട്രോൾ ഇത് K സീരീസ് ഇഞ്ചിനാണ്. അതായത് 10ക്ക് വരുമ്പോ ന്യൂ ഷേപ്പ് മാറും. അപ്പൊ എന്താ വെച്ചാൽ അത്യാവശ്യം മൈലേജ് കിട്ടും. 18 ആ ലെവലിൽ മൈലേജ് കിട്ടും. അടുത്ത വണ്ടി നല്ല അടിപൊളി ഇയോണ്. ചെറിയൊരു പൈസക്ക് ചെറിയ പൈസ കൊടുക്കാം. 2 ലക്ഷത്തി 2012 മാസം വണ്ടി. 12 മാസം 13 എത്തും. ഓക്കെ. ഇത് ഓപ്ഷൻ ഏതാ? ഇത് ഇറാപ്ലസ് ആണ്. കിലോമീറ്റർ കാര്യങ്ങള് 110 ഓടിക്കണ്ട്. ഓണർഷിപ്പ് എത്രയായിരുന്നു? 2ാമത്തെ ഓണർഷിപ്പ് ഇപ്പൊ നിലവിലുള്ള അല്ലേ? വേറെ റീപ്ലേസ് കാര്യങ്ങള് മേജറ് കാര്യങ്ങള് ഒന്നുമില്ല. ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. എത്ര വണ്ടിക്ക് ചോദിക്കും? 2,60,000 രൂപയ്ക്ക് ഫൈനലാക്കി. അതേ വില തന്നെ. 60,000 കൊടുക്കാം. രണ്ടും കൊടുക്കാം. 1,60,000 രൂപയ്ക്ക് 2 കാർട്ട്, ഒരു ഇയോണും കിട്ടും, അതേമാതിരി ഒരു ജെന്നസിലും കിട്ടും. രണ്ട് ഇതൊന്നും ഐറ്റം ഉണ്ടാവില്ല. മറ്റേ ഐറ്റം ഉണ്ടോ? പെട്രോൾ എത്ര മൈലേജ് കിട്ടും? ഇതൊക്കെ 18-20 സുഖമായിട്ട്. ആ ലെവലിൽ എന്തായാലും സെയിം മൈലേജിനാണ്. വേറെ പണി കാര്യങ്ങളൊന്നും
ഒന്നുമില്ല, നല്ല വൃത്തിയുള്ള വണ്ടി. നല്ല വണ്ടി. 50,000 മുടക്ക് നല്ല അടിപൊളി ടയോട്ടന്റെ സെഡ വണ്ടി ഇത്യോസാണ് കിടക്കുന്നുണ്ട്. എങ്ങോട്ടില്ല ഇത് 2016 GDSP ആണ് വണ്ടി. 2,000 രൂപ വരും. 2,000 രൂപ വരും. 2,000 രൂപ അടിപൊളി സെഡ വണ്ടിയില് നമ്പർ ആയ വണ്ടിയാണ്. ക്ലാസും കാര്യങ്ങളൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. മെയിൻ ക്ലാസ് പറയില്ല. ഇല്ല 2015 ക്ലാസ് ആണ്. 16 മോഡൽ ഉണ്ട്. 15 രജിസ്ട്രേഷൻ വണ്ടിയില്ലേ? അല്ല 16 മോഡലുണ്ട്. 2 മാസം 3 മാസം ആകുമ്പോഴാണ് ക്ലാസ് ഇങ്ങനെ വരുള്ളൂ. ഒന്നും മാറിയില്ല. കിലോമീറ്റർ ഓടിക്കണമെന്നല്ലേ? കിലോമീറ്റർ 140 ഓടിക്കുന്നുണ്ട്. ജെന്യൂനിറ്റി പറയണ്ട. മീറ്റർ പറയണോ. പക്ഷെ ഗ്യാരണ്ടി വണ്ടി ഒറിജിനാലിറ്റി വണ്ടിയാണ്. നല്ല വൃത്തിക്കാരൻ വണ്ടിയാണ്. നല്ല ഷേപ്പുള്ള വണ്ടി. ടയറും കാര്യങ്ങളും ഒക്കെ 4 MRF ടയറും കാര്യങ്ങളും ഒരേ മൈക്കുണ്ട്. നല്ല ക്വാളിറ്റി വണ്ടിയാ. പ്ലാറ്റിനം ടൈപ്പ് ഒക്കെ മാറും ചെയ്തേക്കണം. കേരള വണ്ടിന്റെ ക്വാളിറ്റി പറഞ്ഞാൽ കൊടുക്കാം. എത്ര വണ്ടി നമ്മൾ ചോദിക്കും? ഇത് നമുക്ക് 4,90,000 രൂപ കൊടുക്കാം. ചോദിക്കണ്ട് ചോദിച്ചിട്ടല്ല 5 ലക്ഷം രൂപ 5 ലക്ഷം വെച്ചാണ്ട് 4,90,000 കൊടുക്കാമല്ലേ? ഞാൻ ലാസ്റ്റ് വില പറയുമ്പോ ചോദിച്ചിട്ടുണ്ടാവും. എന്തായാലും കുറച്ച് തരും. വന്നോട്ടെ. അപ്പൊ എന്തേ ചെയ്യാം, ചെയ്ത് കൊടുക്കാനല്ലേ? വണ്ടി ഉണ്ട്. വണ്ടി ഒരു എടുക്കുന്ന നല്ലൊരു വണ്ടി ഉദ്ദേശിച്ച് വരുന്നതാണ്. പണി ഉണ്ടാവില്ല. എണ്ണടിച്ചോടിയാൽ മാത്രം എന്താ വെച്ചാൽ ടാക്സി മേഖലയിലേക്കൊക്കെ സാധനങ്ങൾ നല്ലോണം പോകുന്നുണ്ട്. അത് പോകുന്നുണ്ട്. മൈലേജ് ഉണ്ടായോണ്ട് നിങ്ങൾ ടാക്സി പരിപാടി ചെയ്ത് കൊടുക്കും. ടാക്സിക്ക് നമുക്ക് മാറി കൊടുക്കാം. അപ്പൊ നമ്മള് കഴിഞ്ഞ വീഡിയോയില് ഒരു 6 വണ്ടി ഒന്നിച്ചിട്ടില്ല. ഒക്കെ പോയി. ഇനിയിപ്പോ വേറെ ടാക്സി വണ്ടി നമുക്ക് കൊടുക്കാം. ഇത്യോസ് വേറെ ഒരു ടാക്സി ഉണ്ട്, ഒരു ഇന്നോവ ടാക്സി അതുണ്ട്, എല്ലാ ടാക്സി ഉണ്ട്. ഇനിയിപ്പോ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്തു ചെയ്യും. ആ ടാക്സി ആക്കാം. കുറെ വണ്ടി ടാക്സിക്ക് ഊബർക്കൊക്കെ ഉള്ള ടാക്സിക്കൊക്കെ ആക്കിയാണ് ഇപ്പൊ 16 വണ്ടി നമ്മൾ കൊടുക്കുന്നത്. 14 വണ്ടി പിന്നെ അത് ടാക്സിയിലാണ്, ഊബർ ഒന്നുമില്ല. കൊടുത്തിനും ടാക്സി ചെയ്ത് കൊടുക്കാം. ലോൺ കാര്യങ്ങൾ എത്ര കയറും? ഇത് ലോൺ ഏകദേശം ഒരു 4-4.5 ഉറുപ്പിക ലോൺ കയറും. മാക്സിമം കയറും. 4 ഉറുപ്പിക എന്തായാലും കയറും. പിന്നെ പ്രൊഫൈലിനനുസരിച്ചൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അപ്പൊ 50,000 മതി വണ്ടി ഇറക്കാനല്ലേ? 50,000 മുടക്കിൽ ഇത്യോസം കൊണ്ടാകാൻ സെഡാ വണ്ടി, മൈലേജ് ഉള്ള വണ്ടി. അതേപോലെ അടിപൊളി ബലേന ഉണ്ടല്ലോ. ബലേന 2021 21 മോഡലാണ്. 21 സീറ്റ ഓപ്ഷൻ വരുന്നത്. കിലോമീറ്റർ കാര്യങ്ങളാണ് ഇത് 60 ജില്ലാന ഓടിയതാണ്. കറക്റ്റ് കമ്പനി സർവീസ് ആണ്. ഇഷ്ടമുള്ള വണ്ടിയാണ്. ഒക്കെ റെഡിയാ. നല്ല വൃത്തിക്കാരൻ വണ്ടി. ഇന്നലെ വന്നിട്ടുള്ളൂ. പോളിഷും സർവീസും ചെയ്യാണ്ട് ഇപ്പൊ വൈകുന്നേരം പോകും. ചെയ്യാതെ ഈ വൃത്തി ഉണ്ട്. അപ്പൊ ഒന്നും കൂടി വൃത്തിയാക്കിയാണ് കൊടുക്കാം. കാര്യമായിട്ട് ഒന്നുമില്ല. ഒന്ന് കേൾക്കാൻ തന്നെ ചൊറുക്കായില്ലേ? നമ്മളൊരു നമ്മളെ കസ്റ്റമറിന് കൊടുക്കുമ്പോ എന്താ വെച്ചാൽ ഫുള്ള് വൃത്തിയില് എന്നുള്ള ഒരു സിസ്റ്റം നമ്മൾ. അപ്പൊ ഇത് എത്ര ഓടിക്കണത്? 60,000 ഓട്ടം ഓടിക്കണ്ട. സിംഗിൾ ഓണർഷിപ്പ്, രണ്ടാമത്തെ ഓണർഷിപ്പ് നിലവിലുള്ള. റീപ്ലേസ് ചോദിക്കണ്ട. ഇല്ല. എത്ര വണ്ടിക്കാണ് ചോദിക്കണ്ടേ? ഇത് നമുക്ക് 7 ലക്ഷം രൂപ കൊടുക്കാം. 7 ലക്ഷം ഞാൻ ചോദിക്കണില്ല. 7-10 ചോദ്യാണ്. അതൊന്നിപ്പോ നോക്കണ്ട. 7 ലക്ഷം രൂപ കൊടുക്കാം. അഞ്ഞ് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കും. ചെയ്യാലല്ലേ? വലിയൊരു മാറ്റങ്ങൾ ഉണ്ടാവില്ല. ഫൈനലി ഇത് പറയണ്ടല്ല. ലോൺ എത്ര കയറും? ലോൺ ഏകദേശം 7 ലക്ഷം രൂപ അടുത്താൻ കയറും. പൈസ ഇല്ലാതെ ബലേനൊക്കെ കൊണ്ടാകാം. ഫുൾ ലോണിലിട്ടോ. ഫുൾ ലോണിനനുസരിച്ചാണ് ലോണ് മാക്സിമം പറഞ്ഞത്. നമ്മള് വണ്ടിക്ക് പറയുമ്പോ ചിലവര് ചോദിച്ചു എത്ര കയറും. ചിലവർക്ക് എന്താ വെച്ചാ 5 ലക്ഷം റുപ്യന്റെ വണ്ടി 2 ലക്ഷം കയറൂല. ചിലവർക്ക് 5 ലക്ഷം റുപ്യന്റെ വണ്ടി 6 ലക്ഷം കയറും. അതുപോലെ ആധാർ കാർഡും പാൻ കാർഡൊക്കെ ഏറ്റവും വന്നാൽ നമുക്ക് നോക്കിയിട്ട് കസ്റ്റമർ വന്നോട്ടെ, നമുക്ക് നോക്കിയിട്ട് ചെയ്തു പെട്രോൾ ഡീസലാ? പെട്രോൾ എത്ര മൈലേജ് കിട്ടും? ഇത് പെട്രോളും മൈലേജ് ഉണ്ട്. പോലെ എല്ലാരും 15ന്റെ മേലെ പറയണ്ട്. 18 കിട്ടും. കിട്ടൂലേ? 18 കിട്ടും. പിന്നെ അടുത്ത അടിപൊളി ടാക്സിൽ ഇന്നോവ നല്ല ചൊറുക്കിനെ കട്ടുള്ള വണ്ടിയില്ലേ? അത് എങ്ങനെ മോഡലായിരുന്നല്ലേ? ഇത് 2009 വണ്ടിയാണ്. 9 മോഡലാണ്. കോഴിക്കോട് രജിസ്ട്രേഷൻ. കോഴിക്കോട് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഒറിജിനൽ കേരള വണ്ടിയാണ്. ഒറിജിനൽ കേരള വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് മാറിയിക്കണോ, പെയിന്റും കാര്യങ്ങളൊക്കെ ചെയ്തോണോ, സീറ്റ് കവർ ചെയ്തോക്കണോ. അടിയൊക്കെ ഒരു കസ്റ്റമർ വന്ന് നോക്കിക്കോട്ടെ. തുരുമ്പും കാര്യങ്ങളൊന്നും ഇല്ല. തുരുമ്പ് ഒരു പരിപാടി ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. നല്ലൊരു ക്വാളിറ്റി, ഒരു 2016 ക്വാളിറ്റി തന്നെ വണ്ടി കൊടുക്കും ചെയ്യാലല്ലേ? ഓക്കെ. ഇത് എത്ര ഓടിക്കേണ്ടത്? ഇത് 2,40,000 കിലോ. കറക്റ്റ് സർവീസ് ആണ്. റീപ്ലേസ്മെന്റ് ഏതോ ഡോർ ഗ്ലാസ് ഏതോ മാറിക്കണോ? വേറെ മേജർ ഒന്നുമില്ല. മെയിൻ ഗ്ലാസോ കാര്യങ്ങളൊന്നും ഒന്നുമില്ല. എത്ര വണ്ടി നമ്മൾ ചോദിക്കും? ഇത് 5.5 ലക്ഷം രൂപ ഫൈനലാവുകയാണ് നമുക്ക് കൊടുക്കാം. ടാക്സി തന്നെ കൊടുക്കാം. 5.5 ലക്ഷം രൂപ കൊടുക്കാം. ഈ ടാക്സിയിലെ പേപ്പർ ക്ലിയറാ? ഒക്കെ റെഡി. ബ്രേക്ക്
പേപ്പേഴ്സുകൾ ഒരു കൊല്ലത്തിന് ഇന്നലെ എടുത്തിട്ടുള്ളൂ. എല്ലാം ക്ലിയർ ആണ്, ഫുൾ ക്ലിയറിൽ വണ്ടി. ഇത് കൊല്ലല്ല ഇതിന്റെ പേപ്പർ എല്ലാ പേപ്പറും ക്ലിയർ ആണ്. ഫുൾ വണ്ടി, ഫുൾ വണ്ടിയിലെ ഫുള്ള് ടൈഫോറും കാര്യങ്ങളൊക്കെ നല്ലൊരു പൈസ ചെലവാക്കി ഫുള്ള് ഉഷാറുള്ള വണ്ടി, സീറ്റാറ് കാര്യങ്ങളൊക്കെ ഉണ്ട്. 7 സീറ്റ് വണ്ടി. ഒരു എടുക്കേണ്ട ഒരു 10 റുപ്യ ഉണ്ടാക്കണം എന്നുള്ളവർക്ക് പറ്റിയ വണ്ടിയാണ്. പറ്റിയ വണ്ടി, ഓടിയാ മതി, അത്ര മാത്രം ഓടിയാ മതി. ഇതുമ്പോ ലോൺ കയറൂലേ? ഇതുമാതിരി 4-4.5 റുപ്യൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. മാക്സിമം ചെയ്യാം. മാക്സിമം 1 ലക്ഷം വേണ്ടി വരും. കസ്റ്റമർ അനുസരിച്ചൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. 1 ലക്ഷം ടാക്സിൽ ഉണ്ടാവും. നിങ്ങൾക്ക് കൊണ്ടുപോകാൻ നല്ല വൃത്തിക്കാരൻ വണ്ടിയാണ്. ഫുള്ള് പക്ക വണ്ടി. ടാക്സിന്റെ എല്ലാ വണ്ടി. ഇത് ഡീസലാ മാത്രം മൈലേജ് കിട്ടും. ഇത് ഡീസലാകുമ്പോ ഇതൊരു 10-12 ആ ലെവൽ മൈലേജ് ഉള്ളതല്ലേ? പിന്നെ ഡ്രൈവർമാർ ഓടുന്നതിനനുസരിച്ചും കസ്റ്റമർ ഓട്ടത്തിനനുസരിച്ച്. ചെറിയ മുടക്കിൽ നല്ല അടിപൊളി എ സ്റ്റാർ വേണം. നീലക്കിളി എ സ്റ്റാർ 2 ലക്ഷം കൂടി 1.60 പാടെ തയ്യാത്ത വണ്ടി. ബാബാക്ക് എങ്ങനെ ഇട്ടിട്ടുണ്ട്? ഇത് 2010 വണ്ടി. 2010 മോഡൽ എ സ്റ്റാർ ആണ്. VXI ക്ലാസും കാര്യമൊന്നും മാറിയിട്ടൊന്നുമില്ല. മാറിയില്ല, റീപ്ലേസ് ഇല്ലാത്ത വണ്ടി. അത്യാവശ്യം ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ചെയ്തേക്കണം. ഇത് എത്ര ഓടിക്കണം? അങ്ങനെയാണെങ്കിൽ ഇത് ഓട്ടോ നോക്കണം. ഇപ്പൊ വന്നിട്ടുള്ളൂ 90 ഒന്നിന്റെ ചോട്ട് ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് എത്രയായിരുന്നു? 3ാമത്തെ ഓണർഷിപ്പ് നിലവിലുള്ള അല്ലേ? റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. അതൊക്കെ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. സീറ്റർ കാര്യങ്ങളൊക്കെ ഉഷാറാണ്. കമ്പനി സീറ്റ് ഉണ്ട്. ടയർ കാര്യങ്ങൾ അതും ഉണ്ട്. ടയറൊക്കെ ആവറേജ് ടയർ. ഇത് ഫുൾ ഓപ്ഷൻ ഉണ്ടല്ലേ? VXI. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത്? നമുക്ക് 1.5 ലക്ഷം റുപ്യ കൊടുക്കാം. 1 ലക്ഷം റുപ്യ 10 മോളിൽ എല്ലാ ക്ലിയർ വണ്ടി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി നമുക്ക് കൊടുക്കാറല്ലേ? ഇതുമ്പോ ലോൺ കയറുന്നാല് ലോണ് നമ്മുടെ ചുറ്റുവട്ടത്തേക്ക് ചെറിയ ലോൺ ഇട്ട് കൊടുക്കാം. ഒരു 10-50 റുപ്യ 70 റുപ്യ 75 റുപ്യ കെട്ടുകൊടുക്കാം. 75 വരെ നമുക്ക് മാക്സിമം ലോൺ എഴുതി കൊടുക്കാം. 75,000 മുടക്കാണെങ്കിൽ എ സ്റ്റാർ VXI ഫുൾ ഓപ്ഷൻ കൊണ്ടുപോകാൻ നല്ല ഉഷാറ് വണ്ടി. പെട്രോൾ എത്ര മൈലേജ് കിട്ടും? പെട്രോളിന് ഇതൊരു 15 പ്രതീക്ഷ. ആ ലെവലിൽ മൈലേജ് എന്തായാലും കിട്ടും. അതിനുള്ളിൽ എന്തായാലും 15-16 തന്നെ കിട്ടും. എന്തായാലും കിട്ടുമല്ലോ അല്ലേ? ഓക്കെ. അടുത്ത വണ്ടി പറഞ്ഞാൽ നല്ല മറ്റേ കടൽക്കാക്ക നിൽക്കുമ്പോൾ ഒരു വണ്ടി കൂടെ സ്വിഫ്റ്റ് ഇപ്പോഴും വന്നിട്ടുള്ളൂ. പോളിഷ് ചെയ്ത് വന്നു, അതുകൊണ്ട് ചൊറുക്കാക്കിയായിരുന്നു അല്ലേ? എങ്ങനെ ബാബാക്ക ഇത് ഡീറ്റെയിൽ സർവീസും പോളിഷ് ഒക്കെ ചെയ്ത് വന്നത്? ഇത് 2014 വണ്ടിയാണ്. 14 ഇത് 2ാമത്തെ ഓണർ. 4 പുത്തണ്ടാറ് ടയർ ഓടാൻ നേരം കിട്ടിയില്ല. ഒട്ടുകാണ് ഗേറ്റാണല്ലേ? ഇഞ്ചർ റൂമൊക്കെ എല്ലാം വൃത്തിയുള്ള അടിപൊളി പക്ക വണ്ടി. ബാറ്റിംഗ് കാര്യങ്ങളുണ്ട്. നല്ല നമ്പർ ഉണ്ട്. ഒരു ചെറിയൊരു ആവശ്യക്കാർക്ക് പറ്റിയ വണ്ടി. നല്ല സൂപ്പർ വണ്ടി. ഇത് ഡീസൽ വണ്ടി അല്ലേ? ഡീസൽ VDI ആണ്. ഓക്കെ. നല്ല സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ഉഷാറാണ്. നല്ല വണ്ടി, നല്ലൊരു ഒറിജിനാലിറ്റി വണ്ടിയാണ്. ഉഷാർ വണ്ടി. ഓക്കെ. ഇത് എത്ര ഓടിക്കുന്ന? ഇത് 1.20. സിംഗിൾ ഓണർഷിപ്പ്. 2ാമത്തെ ഓണർഷിപ്പ്. റീപ്ലേസ് ചോദിക്കണ്ട. മേജർ ആയിട്ടൊന്നുമില്ല. ഒരു പരിപാടി എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത്? നമുക്ക് 4.20 ഒക്കെ ചോദിക്കണ്ടേ? അത് കുറച്ചിട്ടാണ് കൊടുക്കും. എന്തെങ്കിലുമൊക്കെ നമുക്ക് കമ്മിയാക്കാം. 4,10,000 റുപ്യ ഫൈനൽ കൊടുക്കാം. ഫൈനൽ കൊടുക്കാം. ഇനി കുറെ ഉണ്ടാവില്ല. ഇനിയിപ്പോ 4-10 വണ്ടി തരും. പിന്നെ അത് ലോൺ എത്ര കയറുന്ന? ലോൺ ഒരു 3.5 റുപ്യ ചെയ്തു മാക്സിമം വരും. 60,000 മുടക്കിൽ നല്ല അടിപൊളി സ്വിഫ്റ്റ് 4 കരിമ്പുത്തൻ ടയർ ഇഞ്ചറോമ കണ്ടില്ല. നല്ല ഉഷാർ വണ്ടിയാണ് കൊടുക്കാറല്ലേ? നല്ല ഉഷാർ വണ്ടിയാണ്. ഡീസൽ എത്ര കിട്ടും? 20 സുഖമായിട്ട് എന്തായാലും കിട്ടും. ധൈര്യമായിട്ട് പറയല്ലേ? മാക്സിമം ലോണുള്ള നല്ല അടിപൊളി സ്വിഫ്റ്റ് ആണ്. ചൊറുക്കിന്റെ കട്ടലാണ്. ഇടയ്ക്ക് 1908. എങ്ങനെ ഡീറ്റെയിൽ? 2012 മോഡൽ വണ്ടിയാണ്. 12 മോഡലാണ്. 12 കണ്ട പറയില്ലല്ലോ അല്ലേ? നല്ല ചൊറുക്കുള്ള വണ്ടിയാണ്. 2012 VDI വണ്ടി. ഡീസൽ വണ്ടി. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ 2ാമത്തെ ഓണർഷിപ്പിൽ 140 ഓട്ടം ഓടിക്കണ്ട്. തട്ട് മുട്ട റീപ്ലേസ് ഒരു പരിപാടി മേജറായിട്ടൊന്നും ഒരു നല്ല ചൊറുക്കുള്ള ബാറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇപ്പൊ ഫിറ്റ് ആക്കിയത് ചെയ്തോ. ടയറ് ബാക്കത്ത് 2 പുത്തൻ ടയർ ഉണ്ട്. കരിമുത്തൻ ബാക്കിലുണ്ട്. ഫ്രണ്ടിലുണ്ടല്ലേ? ചെറിയൊരു മാറ്റങ്ങൾ എന്താ വെച്ചാ അതൊരു 5000 കിലോമീറ്ററിന്റെ താഴെ ഓടിയിട്ടുണ്ടാവുള്ളൂ അതല്ലേ? പിന്നെ ഫ്രണ്ടിലാവുമ്പോ ചെറിയൊരു കട്ട കമ്മി ഉണ്ട്. 95% ഉണ്ട്. ഇത് 90% ഉണ്ട്. സീറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട്. എത്ര വണ്ടി ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെയ്തോളല്ലേ? എത്ര നമുക്ക് 3.60 ചോദ്യം. മാറ്റങ്ങൾ എന്താ ചെയ്ത് കൊടുക്കാം. 13 മോളില് 3 ലക്ഷത്തി 12 മോളില് 3.60 ചോദിക്കുന്നുണ്ട്. കുറച്ച് കൊടുക്കും. ലോൺ എത്ര മാക്സിമം കയറൂലേ? മാക്സിമം 2.25 റുപ്യ 3 റുപ്യ ലോൺ ചെയ്ത് കൊടുക്കാം. എങ്ങനെയാണെങ്കിൽ ഒരു 10-60 റുപ്യ മുടക്കുകയാണെങ്കിൽ സ്വിഫ്റ്റ് ഡീസൽ ഡീസൽ VDI നല്ലൊരു വണ്ടി. ഭാഗങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ഉഷാറാണ്. മൈലേജ് ഉള്ള വണ്ടി. ഒറിജിനാലിറ്റി വണ്ടി. ഓക്കെ. അതേ മാർഗം നല്ല അടിപൊളി ഒരു സഡാ വണ്ടിയാണ്. ടയോട്ട ടാക്സിയിലെ ടാക്സിയിൽ സഡാ വണ്ടി. 2013 റീ ആയ വണ്ടിയാണ്. ന്യൂ ഷേപ്പിക്കാനെ വരുന്ന വണ്ടിയാണ്. അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ 13 2 ഐറ്റം വരുമല്ലോ. പഴയ ടൈപ്പ് അല്ല, പുതിയ ടൈപ്പ് തന്നെ വരുന്ന ന്യൂ ഷേപ്പ് തന്നെയാണ്.
ഇത് കിലോമീറ്റർ ഓടിക്കണ്ടേ? കിലോമീറ്റർ ഇത് 180 ഓടിക്കണ്ടേ. കറക്റ്റ് ഹിസ്റ്റർ ഉണ്ടോ? ആന്നില്ല, ഇല്ല. അത് ചെറിയ കിലോമീറ്റർ കാര്യങ്ങളൊന്നും നമ്മൾ നമ്പറായി ഈ വണ്ടി ആവുമ്പോ പറയാൻ പറ്റില്ല. പക്ഷെ വണ്ടി ഒറിജിനൽ ക്വാളിറ്റിയാണ്. ബുഷുകളും കാര്യങ്ങളൊക്കെ ഇപ്പൊ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ, ഒക്കെ മാറ്റി ക്ലിയർ ആണ്. പേപ്പേഴ്സുകൾ ഇപ്പൊ അടുത്ത ആഴ്ച തിങ്കളാഴ്ച ചൊവ്വാഴ്ച ബ്രേക്ക് എടുത്താണ് കൊടുക്കാം. നമുക്ക് ബ്രേക്ക് എടുത്ത് കൊടുക്കാം. ആ ഇപ്പൊ ബ്രേക്കിന് ചെറിയൊരു പേവ് ഉണ്ട്, അത് ഫുള്ള് ക്ലിയർ ആക്കിയിട്ട് വേണ്ടി കൊടുക്കുള്ളൂ. തെറ്റി കിടക്കാന് ക്ലിയർ ആക്കി കൊടുക്കും. അത് കൊടുക്കാം നമുക്ക്. ഓക്കെ. ഇത് ഓണർഷിപ്പ് എത്ര ആയിക്കണോ? 3ാമത്തെ ഓണർഷിപ്പ് നിലവിലുള്ള റീപ്ലേസുകളൊന്നും ഒന്നുമില്ല. ഗ്ലാസും കാര്യങ്ങളൊന്നും ഒന്നും മാറിയിട്ടില്ല. ഈ ടാക്സ് വണ്ടി ഇത്യോസിന് എത്ര ചോദിക്കുന്നുണ്ട്? ഇത് നമുക്ക് 3,60,000 രൂപയാണ് നമ്മൾ ചോദിക്കേണ്ടത്. എന്തായാലും കുറച്ച് കൊടുക്കും. ഫുൾ പേപ്പറിലാട്ടോ വണ്ടി. GPS കാര്യങ്ങളൊക്കെ വേണം. ഒക്കെ സെറ്റ് ആയി. ഒക്കെ സെറ്റ് ആണ്. ഒക്കെ സെറ്റ്. GPS കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് GD ഉള്ളൂ. SP ഇല്ല. ഓക്കെ. നല്ലൊരു വണ്ടിയാണ്. നല്ല ഉഷാറുള്ള വണ്ടിയാണ്. 360 3,60,000 രൂപയാണ്. ചെറിയ മാറ്റം എന്തെങ്കിലും ചെയ്തു കൊടുക്കാം. ലോൺ എത്ര കയറി? ഇത് ഏകദേശം 3 ലക്ഷം രൂപ അടുത്ത് ലോൺ ചെയ്തു കൊടുക്കും. മാക്സിമം കയറും. 60,000 മുടക്കില് ടാക്സി വണ്ടി സഡാൻ വണ്ടി വണ്ടി നമുക്ക് കൊടുക്കാറല്ലേ? കുടുംബം കൈയുണ്ടവർക്ക് പറ്റിയ വണ്ടിയാണല്ലേ? ചെറിയ ഓട്ടത്തിനൊക്കെ പറ്റിയ വണ്ടിയാണ്. അതേമാതിരി ഡീസൽ എത്ര മൈലേജ് കിട്ടും? 20 സുഖമായിട്ട് കിട്ടും. എന്തായാലും കിട്ടും. 22 എല്ലാരും പറയണ്ടേ. 20 പറഞ്ഞു കൊടുക്കാല്ലേ? അതേമാതിരി അടിപൊളി മൈക്രോ ഓട്ടോമാറ്റിക് ആണ്. ഇത് ഓട്ടോമാറ്റിക്കാ? 14 CVT ഓട്ടോമാറ്റിക്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. അലവില് കാര്യങ്ങളൊക്കെ ഫുൾ ഓപ്ഷൻ വണ്ടി. ബട്ടൺ സ്റ്റാർട്ടിംഗ് ഉണ്ടോ? ബട്ടൺ സ്റ്റാർട്ടിംഗും വരും. ടയർ പുതിയത് വരുന്നുണ്ട്. കരിമ്പുത്തൻ ടയറുണ്ട്. ഒക്കെ ഉണ്ട്. സീറ്റ് കവർ വരുന്നുണ്ട്. നല്ലൊരു ക്വാളിറ്റിക്കാരൻ വണ്ടി. സീറ്റ് കവർ അടിപൊളിയൊക്കെ ചെയ്തോണ്ടില്ലേ? CVT ആകുമ്പോ കയറ്റം കയറുമ്പോ നിൽക്കൂല. ഇതിനെ മെച്ചം. അങ്ങനത്തെ വണ്ടിയാണല്ലേ? കിലോമീറ്റർ ഓടിക്കണമെന്നാല് 1,10,000 ഓട്ടം. സിംഗിൾ ഓണർഷിപ്പ് അല്ല, 3ാമത്തെ ഓണർ നിലവിലുള്ളതല്ലേ? ഈ സിംഗിൾ ഓണർഷിപ്പ് ആണെങ്കിൽ 15 വണ്ടിന്റെ നമ്മളടുത്ത് സാധനം വരാണ്ട്. CVT ഓട്ടോമാറ്റിക് 2015 വണ്ടി. അത് ഓട്ടോമാറ്റിക്കാ? അത് CVT തന്നെയാണ്. കയറ്റം കയറാതെ നിൽക്കും. കയറുമ്പോ നിക്കല്ല, ബാക്ക് ഇറങ്ങൂല. അങ്ങനെയാണല്ലേ? ഇതിനെത്ര വയ്ക്കണമെന്നാല്? ഇത് നമുക്ക് 3,45 രൂപയാണ്. ഒരു 3,60,000 രൂപ ഫൈനൽ ചെയ്ത് കൊടുക്കാം. ഇൻഷുറൻസും പുതിയത്. ലോൺ എത്ര കയറും? 3 രൂപ ലോൺ ഇട്ടു. 10 രൂപ ഏകദേശം വണ്ടികളൊക്കെ ഇവിടെ ഇറക്കാം. ഫുൾ ലോണിൽ പ്രൊഫൈൽ ഉഷാറാണ്. ഫുൾ ലോൺ കൊടുക്കാല്ലേ? ഓക്കെ. എന്തായാലും പെട്രോൾ എത്ര മൈലേജ് കിട്ടും? 15 കിട്ടും. ഇതിപ്പോ മൈലേജ് പൊതുവെ കമ്മി, 15ന്റെ ഉള്ളിലൊക്കെ പ്രതീക്ഷ എന്തായാലും കിട്ടുള്ളൂ അല്ലേ? ഓക്കെ. അതേപോലെ അടിപൊളി i20 ഉണ്ടല്ലോ. 2018-19 ആസ്ട്ര ഓപ്ഷനലാണ്. 6 എയർ ബാഗ് വരുന്നുണ്ട്. 6 എയർ ബാഗ് വരുന്നുണ്ട്. ആസ്ട്ര ഓപ്ഷണൽ അലവിലൊക്കെ കമ്പനി വരുന്നുണ്ട്. സീറ്റർ ലെതർ കവർ കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടല്ലേ? 4 എയർ ബാഗ് ആണല്ലേ? എല്ലാത്ത എയർ ബാഗ്. ഇത് എത്ര ഓടിക്കണെന്നാല്? 1,15,000 കറക്റ്റ് സർവീസിലാണ്. ഹിസ്റ്ററുള്ള വണ്ടിയാണ്. ഓണർഷിപ്പ് 2 സിംഗിൾ ഓണർഷിപ്പ്. എന്നാ റീപ്ലേസ്മെന്റ് അങ്ങനെയാണെങ്കിൽ ഒന്നുമില്ല. ഒരു പരിപാടി ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നത്? ഇത് നമുക്ക് 7.5 ലക്ഷം രൂപ കൊടുക്കാം. ചോദിക്കണ്ടാണ്, കുറച്ച് കൊടുക്കും. അല്ല, ചോദിക്കണ്ട എണ്ണക്കായി കുറച്ച് എന്ത് പറഞ്ഞ കാര്യമില്ല. ഇതിപ്പോ ലോൺ എത്ര 7 രൂപ കയറും? 7 രൂപയുടെ അടുത്ത് നമുക്ക് ലോണും ചെയ്ത് കൊടുക്കാം. 50-60 രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി ഇറക്കാൻ പറ്റും. 6 എയർ ബാഗുള്ള വണ്ടി. ആസ്ട്ര ഓപ്ഷണൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി കൊണ്ടുപോകാം. ഡീസൽ. എത്ര മൈലേജ് ഉണ്ട് ഡീസൽ? 20-22 സുഖമായിട്ട്. എന്തായാലും മൈലേജ് കിട്ടും. പവറുള്ള വണ്ടിയാണ് വണ്ടി. അതാണ്. അടുത്ത വണ്ടി വീണ്ടും ഒരു ബലേനോ. ഡീസൽ ബലേനോ. എങ്ങനെ മോഡൽ വരുന്നത്? ഇത് 18 അൽഫ ഓപ്ഷണല്. ഓപ്ഷണലാണ്. അതുകൊണ്ടാണ് സ്കാറ്റിംഗ്. ഇത് കമ്പനി തന്നെയാണ്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ്. കിലോമീറ്റർ 1,08,000 കറക്റ്റ് സർവീസ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ് അല്ലേ? ഫുള്ള് പ്രോപ്പർ ഹിസ്റ്ററുള്ള വണ്ടി അല്ലേ? റീപ്ലേസ് ഇല്ല ഇപ്പൊ? ഒന്നുമില്ല. എത്ര വണ്ടി കൊണ്ട് ചോദിക്കുന്നത്? ഇത് നമുക്ക് 7.5 ലക്ഷം രൂപ ഫൈനൽ ആക്കിട്ട് തരാം. കൊടുക്കാം. 7 ലക്ഷം രൂപ ഫൈനലാക്കി കൊടുക്കാം. കുറയില്ല. ഇനി കുറയണ നോക്കാൻ നോക്കില്ലേ? ആളുകൾ വരികയാണെങ്കിൽ മാക്സിമം കുറച്ചിട്ട് തരും. ലോൺ എത്ര കയറുമ്പോ? 7 രൂപ ലോൺ ചെയ്ത് കൊടുക്കാം. 50,000 മുടക്കിൽ ഈ കിടക്കുന്ന വണ്ടികൾ എല്ലാം ഞാൻ ഇറക്കും. ഇവിടെ ഏത് മോഡൽ വണ്ടിയാണ്? ഓട്ടോമാറ്റിക് 50,000 രൂപ, സ്വിഫ്റ്റുകളൊക്കെ 50,000 രൂപ എല്ലാം ഇറക്കാം അല്ലേ? അതേമാതിരി വീണ്ടും ഒരു ബലേനുള്ളൂ. 2018 അൽഫ ഓട്ടോമാറ്റിക് CVT പെട്രോൾ ഓട്ടോമാറ്റിക് CVT ആണ്. കയറ്റം കയറുമ്പോൾ നിൽക്കും. ബാക്ക് ഇറങ്ങൂല. കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ്. കിലോമീറ്റർ 38,000 ഓടിയ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ആകെ ഓടിയിട്ടുള്ളൂ. രണ്ടാമത്തെ ഓണർഷിപ്പാണ്. 38,000 ഓടിയിട്ടുള്ളൂ. 73 നമ്പർ. കറക്റ്റ് സർവീസ്. 53 വണ്ടി. പെരിന്തൽമണ്ണ രജിസ്ട്രേഷൻ. റീപ്ലേസ് ഇല്ല. ഒന്നുമില്ല. എത്ര വണ്ടി 7,90,000 രൂപ. എത്ര ലോൺ കയറും?
₹7,000 ലോൺ അടുത്തൊക്കെ ലോൺ മാക്സിമം ചെയ്യാലല്ലേ. ഒരു 19,000 മുടക്കില് CVT ഓട്ടോമാറ്റിക് ബല കൊണ്ട് ഓട്ടോമാറ്റിക് കൊണ്ട് മാനുവൽ ഉണ്ട് എല്ലാം ഉണ്ട് ഇവിടെ. 50, 60, 70 ആ ലെവലൊക്കെ അടുത്തോണ്ട് നല്ല അടിപൊളി എക്സ്ക്ലോസ് ലക്ഷറി നെക്സ്റ്റന്റെ ലക്ഷറി 2017 12 മാസം സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. 12 മാസം അതായത് 18 എടുത്തു. സിംഗിൾ ഓണർഷിപ്പ് ആണ്. എത്ര ഓടിയാണ്? 1,48,000 ഓടിക്കുന്നാണ്. 1.5 ലക്ഷത്തിന്റെ സർവീസ് ₹1,00,000 കമ്പനി നിർത്തും. കമ്പനി A to Z കമ്പനി. ഒരു പുറത്തുനിന്ന് ഒരു സംഭവം കൂടി മാറ്റിയില്ല. മാറ്റാനാണെങ്കിലും കമ്പനിക്കല്ലാതെ പോകാം. 4 ടയർ പുതിയതുണ്ട്. ഇൻഷുറൻസ് പുതിയ എടുത്തു കൊടുക്കാം. ഇത് ഏറ്റവും ഫുള്ളോട് വണ്ടിയല്ലേ? വണ്ടി എത്ര വണ്ടി കമ്പനി? 7,60,000 കുറച്ച് കൊടുക്കും. 4,200 നമ്പർ. നമ്പറും കാര്യങ്ങളൊക്കെ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ലോൺ എത്ര കയറുന്നാല്? ലോൺ നമുക്ക് ₹7,000 അടുത്ത് ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോൺ കയറും. ഒരു ₹10,000 ഇറക്കാല്ലേ? പ്രൊഫൈൽ ഉഷാറാണ്. മാക്സിമം ഫുൾ കയറല്ലേ? നല്ല അടിപൊളി നീലക്കളർ വണ്ടിയില്ലേ? നല്ല വണ്ടി. അടുത്ത വണ്ടി വീണ്ടും ഒരു സെഡാ വണ്ടിയാണ്. ഇറ്റിയോസ് ആണ് ടൊയോട്ടന്റെ സെഡാ വണ്ടി. കേരള വണ്ടിയാണ്. ഒറിജിനൽ കേരള വണ്ടിയാണ്. കേരള 59 ആണല്ലേ? ഓക്കെ. എങ്ങനെ മോഡൽ വരുന്നതല്ലേ? ഇത് നമുക്ക് 15 മോഡൽ GDSP 2 എയർ ബാഗ് വരുന്ന വണ്ടി. 2 എയർ ബാഗ്. എയർ ബാഗ്. ഓ നല്ല വണ്ടി. സിംഗിൾ ഓണർഷിപ്പ്. 1.25 ഓട്ടം. 5,60,000 കൊടുക്കാം. ഇത് കറക്റ്റ് ഹിസ്റ്ററിലുണ്ട്. കറക്റ്റ് സർവീസ്. സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. നല്ല വൃത്തി. സീറ്റുകളൊക്കെ ഉഷാറാണ്. എല്ലാം കൊണ്ട് ഉഷാറല്ലേ? ടോപ്പ് വണ്ടി. റീപ്ലേസ് ചെയ്യാലോ? ഒന്നുമില്ല. ലോൺ എത്ര കയറുന്നാല്? ഇത് നമുക്ക് ലോണ് ₹5 അടുത്ത് ചെയ്തോ. ലോൺ എന്തായാലും കയറും. ഒരു ₹10,000 ഇറക്കാം അല്ലെ? ഇറക്കാം. അതേപോലെ അടിപൊളി ഹോണ്ട അമേസിലെ. ഇത് 2019 ആണ്. 19 ഹോണ്ട അമേസ്. മൈലേജ് ഡീസല് 33 ഓടിയിട്ടുള്ളൂ. ഡീസല് 4 ടയർ പുതിയതും കാര്യങ്ങളൊക്കെ ഉള്ളതുണ്ട്. ഫാൻസി നമ്പർ ഉണ്ട്. 57 നമ്പർ ആയിട്ടല്ലേ? നല്ല വൃത്തിയുള്ള വണ്ടി. ഇത് സിംഗിൾ ഓണർഷിപ്പിൽ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. ഗ്യാരണ്ടി പ്രോപ്പർ ഹിസ്റ്ററിലുള്ള വണ്ടി. എത്ര വണ്ടി കൊണ്ട് ചോദിക്കുന്നുണ്ട്? നമുക്ക് ₹8,400 ചോദിക്കാം. എന്തെങ്കിലും മര്യാദ റേറ്റിൽ കൊടുക്കാം. 8,400 കുറച്ച് കൊടുക്കാം. ചെറിയ മാറ്റത്തിൽ കൊടുക്കാം. 33 ഓടിയിട്ടുള്ളൂ. നിങ്ങൾ ചെറിയ ലോ കിലോമീറ്റർ വണ്ടി ഷോറൂം കണ്ടീഷനിലാണ് ഇങ്ങോട്ട് പോകുന്നത്. ബാബാക്കാന്റെ മച്ചങ്ങളെ MK മോട്ടോഴ്സ് പോകുന്നോളി. ലോൺ എത്ര കയറും? ₹8 അടുത്ത് ചെയ്തെടുക്കാം. ₹7,000 എന്തായാലും കയറും. മാക്സിമം വേറെ എന്തായാലും കയറും. 8ന്റെ അടുത്തൊക്കെ നോക്കിയിട്ട് ചെയ്തു. ഒരു ₹10,000 വേണ്ടി വരും. ഇത് ഡീസലല്ല മൈലേജ് വരും. മൈലേജ് 25 ഗ്യാരണ്ടിയാ കിട്ടും. ഓ 25 വരെ മൈലേജ്. നല്ല അടിപൊളി ഹോണ്ടന്റെ അമേസാണ്. നമ്പറുകൾ 57, 77 നമ്പർ ആയിട്ടില്ലേ? അതേപോലെ നല്ല അടിപൊളി സണ്ണി കുട്ടന്മാരുണ്ടല്ലോ. സണ്ണി 2012 വണ്ടി. 12 സണ്ണിയാണ്. എക്സ്ട്രാ ആണ് ഓപ്ഷൻ വരുന്നില്ലേ? അതെ. നല്ല വൃത്തിയുള്ള ഉഷാർ വണ്ടി. ഇത് ഡിക്കി ലെഗ് പൈസ എല്ലാം ഉണ്ടാവൂല്ലേ? ഇത് എത്ര ഓടിക്കുന്നാല്? ഇത് നമുക്ക് ഓട്ടം 1.45. ഓണർഷിപ്പ് എത്രയായിരുന്നു? സിംഗിൾ ഓണർഷിപ്പ്. ആയിട്ടുള്ളൂ. വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. അങ്ങനത്തെ മേജർ പരിപാടി കാര്യങ്ങളൊന്നും ഇല്ല. ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കും. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത്? ഇത് നമുക്ക് ₹3,400,000 കൊടുക്കാം. ചോദ്യം മാത്രമാണ് എന്തേ 3,400,000 എന്തെങ്കിലും കൊടുക്കാല്ലേ? എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാം. ഇതിപ്പോ ലോൺ കയറുന്നാല് ₹300 അടുത്ത് ₹2,400 ലോൺ കിട്ടും. മാക്സിമം ലോൺ കയറുമോ? ധൈര്യമായിട്ട് പറഞ്ഞിട്ട് കൊടുക്കും ചെയ്യാലല്ലേ? അതേപോലെ അടിപൊളി അടിപൊളി Ertiga 2016 ഹൈബ്രിഡ് പ്ലസ് ഹൈബ്രിഡ്. ബട്ടൺ ഷോട്ട് വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടി. നല്ല മൈലേജ് ഉള്ള വണ്ടി. നല്ല മൈലേജ് ഉള്ള വണ്ടി. കിലോമീറ്റർ ഓടിക്കണോ? 1,10,000 കറക്റ്റ് A to Z കമ്പനി. ഹിസ്റ്ററുള്ള വണ്ടി അല്ലേ? 2 എയർ ബാഗ് വരുന്നുണ്ട്. 2 എയർ ബാഗ് വരുന്നുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി അല്ലേ? എത്ര വണ്ടി നമ്മൾ ചോദിക്കണം? ₹7,00,000 കൊടുക്കാം. എന്തെങ്കിലും കുറച്ച് കൊടുക്കും. ചെറിയ മാറ്റം കൂടി കൊടുക്കാല്ലേ? ലോൺ കാര്യങ്ങൾ എത്ര കയറും? ഇത് ഒരു ₹6,000 ലോൺ ചെയ്യാം. ലോൺ എന്തായാലും കയറും. 1,00,000 ഉണ്ടെങ്കിൽ നമുക്ക് ഹൈബ്രിഡ് Ertiga 7 സീറ്റ് വണ്ടി 2 എയർ ബാഗ് വണ്ടിയാണ് കൊണ്ടുപോകാം. നല്ല വൃത്തിയുള്ള വണ്ടി അല്ലേ? കറക്റ്റ് പ്രോപ്പർ ഹിസ്റ്ററുള്ള വണ്ടി അല്ലേ? കറക്റ്റ് സർവീസ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ക്വാളിറ്റി ഉണ്ട്. ഇത് ഡീസൽ മാത്രം മൈലേജ് കിട്ടും. ഇത് ഡീസൽ ആകുമ്പോ ഏകദേശം 20 മേലെ കിട്ടും. ഹൈബ്രിഡ് ആണ്. എന്തായാലും മൈലേജ് ഉണ്ടാവുമല്ലോ. നിങ്ങൾ ഓടിക്കാൻ മാക്സിമം മൈലേജ് ആണല്ലേ? അടുത്ത വണ്ടി നല്ല അടിപൊളി XUV ആണ്. കറ്റ എങ്ങടില്ലേ? 2018 മോഡൽ ഫുൾ ഓപ്ഷൻ വണ്ടി. ഫുൾ ഓപ്ഷൻ സൺറൂഫ് ന്യൂ ഷേപ്പ് വണ്ടി. ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ സൺറൂഫ് തന്നെ വണ്ടില്ലേ? കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് 90,000 കിലോമീറ്റർ. 2ാമത്തെ ഓണർഷിപ്പ്. കറക്റ്റ് സർവീസ്. ഹിസ്റ്ററുള്ള വണ്ടിയാണ്. നല്ല അടിപൊളി വണ്ടി അല്ലേ? സീറ്റുകാർക്ക് നല്ല അടിപൊളിയാക്കി ലെതറിന്റെ കവറൊക്കെ ഉഷാറാക്കി വണ്ടി ചെയ്തേക്കണം. ഇത് എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നുണ്ട്? ഇത് നമുക്ക്
13,60,000 റുപ്യ കൊടുക്കാം. ചോദ്യം 13,60,000 ചോദിക്കണ്ടേ? എന്തായാലും എണ്ണക്കായി കുറച്ച് തരും, എന്തെങ്കിലും ചെറിയ മാറ്റം ചെയ്ത് കൊടുക്കാനല്ലേ? ലോണ് കാര്യങ്ങളൊക്കെയാണ്? ലോൺ ഏകദേശം ഒരു 12 റുപ്യ വരെ ചെയ്യാം. മാക്സിമം ലോണ് കയറും. ചെയ്യാം. ഒരു 1.5 ലക്ഷം റുപ്യ ചെയ്യേണ്ട ആൾക്കാരെ 12, 13 കയറൂല്ലേ? നല്ല പ്രൊഫൈലാണ്, മാക്സിമം ലോണാണ്. നിങ്ങളെ പ്രൊഫൈൽ നമ്മളെ എല്ലാത്തിനും പറഞ്ഞത്. ഇപ്പൊ 50,000 റുപ്യക്ക് ഇറക്കണമെങ്കിലും ഫുൾ ലോൺ ഇറക്കണം, നിങ്ങളെ പ്രൊഫൈൽ ഉഷാറായ മാക്സിമം ലോണാണ്. ഇതിപ്പോ ഡീസൽ അല്ലേ? ഡീസൽ ഓട്ടോമാറ്റിക്. എത്ര മൈലേജ് കിട്ടും? ഇത് ഏകദേശം ഒരു 15 മേലെ എന്തായാലും കിട്ടും. മൈലേജ് എന്തായാലും കിട്ടും. ധൈര്യമായിട്ട് പറഞ്ഞാൽ കൊടുക്കും ചെയ്യാം. എടുക്കുന്നൊക്കെ ഒരു പണിയില്ല, പ്രോപ്പർ റിസർവ് എണ്ണ അടിച്ച് ഓടിയാൽ മതി. ഓക്കെ. അതേമാതിരി ചെറിയ കായ്ക്ക് ബലേറുണ്ടല്ലോ. ബലേറോ 2013 ലാസ്റ്റോ? 13 ലാസ്റ്റ് ബൊലേറാണ് കിടക്കേണ്ടത്. ഓപ്ഷൻ SLX ആണ്. ഓക്കെ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ്? കിലോമീറ്റർ 1,05,000. ഓണർഷിപ്പ് 4 ടയർ പുതിയത്. കരിമ്പുത്തൻ ടയർ 4. പുതിയ ബാറ്റ് ഉണ്ട്. അത്യാവശ്യം ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കിൽ ബലേറോ നോക്കാനുള്ള തുരുമ്പാണ്. അതുപോലെ ഓടി കിടന്ന് നോക്കിക്കോട്ടെ, തുരുമ്പില്ല. പായ് കൊടുന്ന് വിരിച്ചു നോക്കിക്കോളി, കാണൂല. അത്ര ഗ്യാരണ്ടി അതാറുണ്ട്. എത്ര നാളെ ഈ മുതല് ചോദിക്കുന്നുണ്ട്? 4.5 രൂപ. 4 ലക്ഷം ചോദിക്കണ്ടേ? എന്തെങ്കിലും കുറച്ച് കൊടുക്കാന്നാല് ചെറിയ മാറ്റം ചെയ്തോക്കാലല്ലേ? ഓക്കെ. ലോണ് കാര്യങ്ങൾ കയറുമ്പോ വണ്ടിപ്പോ ലോണ് 3 റുപ്യ ലോണ് മാക്സിമം കയറും. 1 ലക്ഷം വേണം അല്ലെ? 1 ലക്ഷം നമുക്ക് അടിപൊളിയായിട്ട് ബൊലേറോ കൊണ്ടാക്കാം. ചെറിയ കായ്ക്ക് ഇറക്കാൻ നല്ല വണ്ടി, ഏത് മലയൊന്നും കയറാം. 7 സീറ്റ് വണ്ടി. 7 സീറ്റ്. ഇത് ഡീസൽ എത്ര മൈലേജ് കിട്ടും? ഒരു 15 പ്രതീക്ഷ എന്തായാലും കിട്ടും. ഓക്കെ. അടുത്ത വണ്ടി നല്ല അടിപൊളി I10 ആട്ടോ. I10 മാനുവൽ ഓട്ടോമാറ്റിക് CVT, ചെറിയൊരു ഓട്ടോമാറ്റിക്കിന്റെ വണ്ടി. ലേഡീസിന് പറ്റിയ അടിപൊളി I10 ഓട്ടോമാറ്റിക്. ഏത് കളറുമാണ് ഓൾക്ക് പറ്റിയ കളറാണ്, ഓരോ ഇഷ്ട വാഹനമാണിത് ഓട്ടോമാറ്റിക്. അപ്പൊ എങ്ങനെ കിലോമീറ്റർ ഓടിക്കുന്നുണ്ട്? ഇത് 2,10,000 റുപ്യാണ് ഫൈനല് വരാം. എത്ര ഉള്ളത് ചോദിക്കുന്നുണ്ട്? കിലോമീറ്ററിന്റെ കാര്യം? കിലോമീറ്റർ 1 ലക്ഷം ഓടിക്കുന്നുണ്ട്. ഓണർഷിപ്പ് എത്ര ആയിക്കണോ? ഓണർഷിപ്പ് എത്ര നോക്കണം, നോക്കി പറഞ്ഞു കൊടുക്കാല്ലേ? റീപ്ലേസ് മേജർ കാര്യങ്ങളൊന്നും ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാൻ. അടിപൊളി വണ്ടി, നല്ല വണ്ടി, നല്ല മെക്കാനിക്കാണ്, ഉഷാറുള്ള വണ്ടി അല്ലേ? I10 ഓട്ടോമാറ്റിക് ലേഡീസിന് മറ്റേ കളറാണ് ഈ കളിക്കുന്ന സാധനം. ചെറിയ പൈസ 2.10 വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കൊടുക്കും. മാക്സിമം ലോൺ ഒരു ലോക 1 ലാഖ് ലോൺ കിട്ടും. ലോണ് 1 ലക്ഷം ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം, ബാക്കി ലോൺ കൊടുക്കാല്ലേ? ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് എത്ര മൈലേജ് കിട്ടും? ഇത് മൈലേജ് കമ്മിയാണ്, 15ന്റെ ഉള്ളില് 12, 13 ആ ലെവലില് മൈലേജ് കിട്ടും. ലേഡീസിന് ഇങ്ങനെ ഓട്ടി കൊണ്ടുനടക്കാം. കയറ്റം കയറുമ്പോ നിൽക്കും, ബേക്കിറങ്ങോ? ബേക്കിറങ്ങൂല. ഇതും ബേക്കിറങ്ങൂല. എല്ലാം CVT വണ്ടി. അതാണ് ഈ ലേഡീസ് ഇത് കൂടുതൽ കൊണ്ടുണ്ട് നോക്കണ്ടല്ലേ? ഓലെ അതേ കളറാണല്ലേ? ചെറിയൊരു ഓട്ടോക്കാർക്ക് നല്ല സുഖമാണ്, ഉഷാറാണല്ലേ? മുടക്കിൽ നല്ല അടിപൊളി 7 സീറ്റ് ഇന്നോവ. എല്ലാത്തിന്റെ കവറൊക്കെ ചെയ്തുള്ള അടിച്ചാപ്പൊളിച്ച് വണ്ടി. 7 സീറ്റ് അല്ല, 8 സീറ്റ് ഇന്നോവയാണ് കിടക്കുന്നത്. എങ്ങനെ മോഡൽ 8 സീറ്റ് അധിക കസ്റ്റമർ ചോദിച്ചു വരുന്നതാണ്. അത് ചോദിക്കുമ്പോ കിട്ടാത്തൊരു മുതലാണ്. ഇപ്പൊ നമ്മുടെ സാധനം സ്റ്റോക്ക് ഉണ്ട്. ഒരു ഏകദേശം 4-5 ഇന്നോവ ഉണ്ട്. അതിൽ ഒരു ഇന്നോവ സീറ്റും ഇത് മാത്രമേ ഉള്ളൂ. ബാക്കി 7 സീറ്റ്. ടാക്സിക്കാർക്ക് ഇത് പറ്റൂല. അങ്ങനെ ഉണ്ടല്ലോ. പക്ഷെ പ്രൈവറ്റ് കുറെ ആൾക്കാർ 8 സീറ്റ് തെരഞ്ഞു നടക്കേണ്ട വണ്ടിയാണ്. ഓർക്ക് പറ്റിയ വണ്ടിയാണ് വണ്ടി. ഇത് ഓപ്ഷൻ ഏതാ? ഇത് G4 വണ്ടിയാണ്. G4 ആണ്. കിലോമീറ്റർ 2 എയർ ബാഗ് കാര്യങ്ങൾ വരുന്ന ന്യൂ ഷേപ്പ് വണ്ടി. 2 എയർ ബാഗ് ഉണ്ടല്ലേ? ഇത് ഓണർഷിപ്പ്? ഓണർഷിപ്പ് 2ാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്റർ ഓടിക്കുന്നുണ്ട്. 1.5 ലക്ഷം ഏകദേശം കറക്റ്റ് സർവീസ് ഉള്ള വണ്ടി. കറക്റ്റ് ഹിസ്റ്ററുള്ള വണ്ടിയാണ്. സീറ്റർ ഇന്ത്യയിലൊക്കെ ഉഷാറാക്കാം. 4 ടയർ പുതിയതുണ്ട്, ആൻഡ്രോയിഡ് സെറ്റ് ഉണ്ട്, സീറ്റ് കവർ ഉണ്ട്, ഫുള്ള് ഫിറ്റഡ് വണ്ടിയാണ്. ഫിറ്റഡ് വണ്ടിയാണ്. എത്ര ചോദിക്കുന്നത്? 9.25 ലക്ഷം റുപ്യ നമ്മൾ ചോദിക്കണ്ടേ? ചെറിയ മാറ്റത്തിൽ കൊടുക്കാം. ലോൺ എത്ര കയറും? 8 ലക്ഷം റുപ്യ ലോൺ കയറും. 1.25 ലക്ഷം റുപ്യക്ക് അടിപൊളി ഇന്നോവ സൈഡില് സ്റ്റിക്കറൊക്കെ വരുന്ന ഇന്നോവ കൊടുക്കാല്ലേ? 4 കരിമ്പുത്തൻ ടയറ്, ആൻഡ്രോയിഡ് സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ടയറ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. 1.25 ലക്ഷം റുപ്യക്ക് 12 ലെവലിൽ മൈലേജും കിട്ടും. അതേപോലെ അടിപൊളി ബ്രസ് ഉണ്ട് ഇവിടെ. 3 വണ്ടി ഉണ്ട്. 3 ഉണ്ട്. സ്റ്റോക്കിലുണ്ട് ഇപ്പൊ. ഏത് കളറും ഉണ്ട്? റെഡും ഉണ്ട്, വൈറ്റും ഉണ്ട്. ഇത് വൈറ്റ് ആണ്. ഇത് 2 വൈറ്റും ഉണ്ട്, ഒരു റെഡും ഉണ്ട്. അപ്പൊ ഇതാണ് 2018 വണ്ടി. 18 സിംഗിൾ ഓണർഷിപ്പിൽ തന്നെയാണ് വണ്ടി വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇത് ഓപ്ഷൻ ഏതാ? VDI വണ്ടി. അതിൽ അലോയ്സും കാര്യങ്ങളൊക്കെ ചെയ്താണല്ലേ? ഡോർ തുറന്നാൽ ലൈറ്റുകൾ കത്തും. കിലോമീറ്റർ ഓടിക്കണ്ടേ? കിലോമീറ്റർ 1,10,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് A to Z കറക്റ്റ് കമ്പനി വണ്ടി. ഫസ്റ്റ് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ പുതിയത്. KL10 മലപ്പുറം വണ്ടി. AZ 8918 നമ്പർ ഫുള്ള് പക്ക വണ്ടി. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത്? ഇത് നമുക്ക് ഏകദേശം
ഒരു 7,40,000 റുപ്യ ചോദിക്കുന്നുണ്ട്. 7,30,000 റുപ്യ ഫൈനൽ ചെയ്ത് കൊടുക്കാം. 10,000 കുറച്ചാൽ 30,000 കൊടുക്കാം. ലോൺ എത്ര കയറും? ഒരു 6,00,000 റുപ്യ ലോൺ ചെയ്ത് കൊടുക്കാം. മാക്സിമം കയറും. എന്നാലും ഒരു ഉറുപ്പിയുടെ മേലെ വേണം വണ്ടി ഇറക്കണമെങ്കിൽ. ഇത് ഡീസൽ ആകുമ്പോൾ എത്ര മൈലേജ് കിട്ടും? ഒരു 18-20 സുഖമായിട്ട് കിട്ടും. മൈലേജ് എന്തായാലും കിട്ടും. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. അതേപോലെ അടിപൊളി അൾട്ടീസ് ഉള്ളത് 2012 വണ്ടിയാണ്. 12 മോഡൽ അൾട്ടീസ് ആണ്. ഇത് ഓപ്ഷൻ ഏതാ? ജി ഓപ്ഷൻ. കറക്റ്റ് ഏകദേശം കറക്റ്റ് സർവീസ് ഉള്ള വണ്ടി തന്നെയാണ്. ഹിസ്റ്ററി ഒക്കെ കറക്റ്റ് ആണ്. ഒക്കെ ഉള്ള വണ്ടിയാണ്. 4,00,000 റുപ്യക്ക് നമുക്ക് കൊടുക്കാം. വെറും 4,00,000 റുപ്യക്ക് അൾട്ടീസർ കൊടുക്കും. ഫുൾ പേപ്പർ ഫുൾ ക്ലിയർ ഉള്ള വണ്ടി. ഇഞ്ചിന് വെക്കാൻ ഉഷാറുള്ള വണ്ടിയാണ്. നല്ല വൃത്തിക്കാരൻ വണ്ടി അല്ലേ? കിലോമീറ്റർ പറയാൻ കിലോമീറ്റർ 1,90,000. കറക്റ്റ് സർവീസ് ആണ്. ഓട്ടം കറക്റ്റ് ജെന്യൂനിറ്റി ഓട്ടാണ്. ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പ് നിലവിലുള്ള. ലോൺ എത്ര കയറും? ലോൺ ഏകദേശം ഒരു 3,00,000 റുപ്യ ലോൺ ഇട്ടു. മാക്സിമം ലോൺ കയറും. ഒരു 10-60 റുപ്യക്ക് 50 റുപ്യക്ക് ഇറക്കാൻ ഉറപ്പ് മിനിമം ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. ഇത് ഡീസൽ ആകുമ്പോൾ എത്ര മൈലേജ് കിട്ടും? ഡീസൽ 18-20 മൈലേജ് എന്തായാലും മൈലേജ് കിട്ടും. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. നിങ്ങൾ വന്നോളൂ, ഏത് വണ്ടി എടുക്കാം. അതേപോലെ അടിപൊളി ഒമ്നി ഉണ്ടല്ലോ അവിടെ. ഒമ്നി 2012 വണ്ടിയാ. 12 മോഡൽ ഒമ്നിയിലെ ഒമ്നി നല്ല ചൊറുക്കുള്ള വണ്ടി. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എത്ര? പക്കാ പെട്രോൾ വണ്ടിയാ. പെട്രോൾ വണ്ടിയാണ്. പക്കാ പെട്രോളില് ഫുള്ള് ക്ലിയർ ആണ്. തുരുമ്പ് അങ്ങനത്തെ പരിപാടികളൊന്നും ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. എത്ര ഓടിക്കേണ്ടത്? ഇത് നമുക്ക് 90,000 1,00,000 ലെവലിൽ ഓട്ടം ഓടിക്കണ്ട്. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് 3ാമത്തെ ഓണർഷിപ്പ് നിലവിലുള്ള അല്ലേ? റീപ്ലേസ് കാര്യങ്ങള് ഒരു പരിപാടി ഇല്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. എത്ര വണ്ടി ചോദിക്കുന്നത്? ഇത് നമുക്ക് 1,50,000 റുപ്യ കൊടുക്കാം. 1,50,000 റുപ്യക്ക് 5 സീറ്റ് ഒമ്നി കൊടുക്കാം. പക്ക പെട്രോൾ വണ്ടി അല്ലേ? വേറെ CNG കാര്യങ്ങളൊന്നുമില്ല, ഗ്യാസ് കാര്യങ്ങളൊന്നുമില്ല. പക്ക പെട്രോൾ വണ്ടി 5 സീറ്റ് വണ്ടി 1,50,000 റുപ്യ കൊടുക്കാം. ലോണ് കയറി വണ്ടി ലോണ് ഒരു 1,00,000 റുപ്യ അടുത്തൊക്കെ നമുക്ക് നോക്കാം. ചെയ്ത് നോക്കാല്ലേ? ഒരു 50,000 മുടക്കാണ് 5 സീറ്റ് ഒമ്നി ഇറക്കാം. 15 മൈലേജ് കിട്ടും പെട്രോളിന്. അതന്നെ കിട്ടുള്ളൂ. ആ ലെവൽ എന്തായാലും കിട്ടും. ധൈര്യമായിട്ട് പറഞ്ഞു ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പൊ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ഈ ചെറിയ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മളെ ചാനൽ കാണി മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കടന്റെ ലൊക്കേഷൻ നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലും ഉണ്ടാവും. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ പറയണം. അപ്പൊ അടുത്തുള്ള അടിപൊളി വീഡിയോ ആയി വിടുകണം.